നിങ്ങൾ KTM 391 ആണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് വണ്ടിയെ കുറിച്ചൊരു വീഡിയോ ഈ ചാനൽ ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഞാൻ ഒരു പാറ്റേൺ നോട്ടീസ് ചെയ്തു, അതിനെ ബേസിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് സെഗ്മെന്റിൽ 400cc സെഗ്മെന്റിൽ തന്നെ ഏറ്റവും കീഴിലുള്ള ബ്രേക്കിംഗ് സിസ്റ്റം ഉള്ളതാണ് KTM 390 സീരീസ്. അതായത് RC 390യും ഡ്യൂക്ക് 390. അതായത് സ്റ്റോക്ക് സെറ്റപ്പിൽ തന്നെ ഏറ്റവും കീഴിലുള്ള ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നത് 390ക്കാണ്. സോ ഇവിടെ ഞാൻ നോട്ടീസ് ചെയ്ത പാറ്റേൺ എന്താ വെച്ചാൽ ഈ 390യിൽ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, നമുക്ക് സ്റ്റോക്ക് വരുന്ന ബ്രേക്ക് പാഡ് ബ്രെംബോന്റെ ആണ്. അത് ഫ്രണ്ടിൽ വരുന്ന ബ്രേക്ക് പാഡ്സ് ബ്രെംബോന്റെ. ആ ഒരു ബ്രേക്ക് പാഡിന് 3000 രൂപ അടുപ്പിച്ച് വരെ നമ്മൾ ഷോറൂമിൽ നിന്നൊക്കെ മേടിച്ചാൽ സർവീസ് സെന്ററിൽ നിന്ന് മേടിച്ചാൽ 3000 രൂപ അടുപ്പിച്ച് വരെ പ്രൈസ് ഉണ്ട്. അതുകൊണ്ട് പലപ്പോഴും അത് റീപ്ലേസ് ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്ക് ആൾക്കാർ അത് മാറ്റി ബജാജിന്റെ കൗണ്ടർ പാർട്ടായിട്ടുള്ള ഒരു വില കുറഞ്ഞ 250-300 രൂപ റേഞ്ചിലുള്ള ബ്രേക്ക് പാഡ് എടുക്കും. പക്ഷേ ഇത് ചെയ്യുന്നതോടെ നിങ്ങളുടെ ലൈഫും ബാക്കിയുള്ള ലൈഫും നിങ്ങൾ റിസ്കിൽ ഇടുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇത്രയും ബ്രേക്കിംഗ് എഫിഷ്യൻസി ഉള്ള വണ്ടിയിൽ ഈ കുറഞ്ഞ ബ്രേക്ക് പാഡ് ഇട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് അതിന്റെ പവറിനെ നമുക്ക് കട്ട് ചെയ്യും. ഒരു ഡ്യൂക്ക് 390 അല്ലെങ്കിൽ RC 390 ഓടിക്കേണ്ട രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബ്രേക്കിംഗ് ഒരു പവർ അതിനകത്ത് കിട്ടത്തില്ല. സോ ഈ ഒരു പ്രശ്നത്തിനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സംഭവം ഞാൻ എൻ്റെ 390യിൽ യൂസ് ചെയ്യുന്ന ഒരു ബ്രേക്ക് പാഡ് കോംബോനെ കുറിച്ച് പറയുകയാണ് ഇതിനകത്ത്. ഞാൻ എൻ്റെ ഡ്യൂക്ക് 390യിൽ ഫ്രണ്ടിൽ ബ്രെംബോയുടെ സ്റ്റോക്ക് ബ്രേക്ക് പാഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ റിയർ വീലിൽ ഞാൻ ആ ബജാജിൻ്റെ സ്റ്റോക്ക് മാറ്റിയിട്ട് വെസ്റയുടെ ബ്രേക്ക് പാഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്യൂക്ക് 390 ഫ്രണ്ടിൽ ആവശ്യത്തിന് അധികം ബ്രേക്കിംഗ് പവർ ഉണ്ട്, പക്ഷേ ബാക്കിൽ തീരെ ഇല്ലാന്നുള്ള ഇതാണ്. അപ്പോൾ നമ്മൾ വെസ്റയിലോട്ട് മാറുമ്പോൾ നമുക്ക് നല്ലൊരു ബ്രേക്കിംഗ് എഫിഷ്യൻസി ബാക്ക് ബ്രേക്കിൽ കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല ഇതിൻ്റെ ഒരു മെയിൻ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഓർഗാനിക് ബ്രേക്ക് പാഡ് റെഗുലർ നോർമൽ ബ്രേക്ക് പാഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ വെസ്റ ആണെങ്കിലും ബ്രെംബോ ആണെങ്കിലും ഡബിൾ റേറ്റഡ് ആണ്. അതായത് ഹൈ ഹീറ്റ് ടോളറൻസിന് വേണ്ടി ഉണ്ടാക്കിയ ബ്രേക്ക് പാഡാണ്. അതായത് നമ്മൾ ബ്രേക്ക് കോൺസ്റ്റന്റ് ആയിട്ട് പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇതിൻ്റെ ബ്രേക്കിംഗ് എഫിഷ്യൻസി കുറയുന്നില്ല. അതാണ് ഈ ഒരു ഡബിൾ റേറ്റിങ്ങിനെ കുറിച്ച് പറയുന്നത്. സോ ബ്രെംബോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ അത് ഷിൻഡേർഡ് ആണ്. ഷിൻഡേർഡ് ഡബിൾ റേറ്റഡ് ആണ്. സോ ബേസിക്കലി ആ ബ്രേക്ക് പാഡ് ഉണ്ടാക്കിയത് തന്നെ മെറ്റലാണ്. സോ മെറ്റൽ ടു മെറ്റൽ കോൺടാക്ട് ആണ് അവിടെ സസ്റ്റെയിൻഡ് ആയിട്ടുള്ള, അതായത് കണ്ടിന്യൂ നമ്മൾ ബ്രേക്ക് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് ബ്രേക്കിംഗ് പവർ അത് തരുന്നുണ്ട്. വെസ്റയുടെ കേസിലും പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ 1000 രൂപീസ് ഓൾമോസ്റ്റ് ആ റേഞ്ചിൽ LRL മോട്ടോഴ്സ് ആണ് ഇത് ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്യുന്നതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ 1000 രൂപീസ് ഒരു ബ്രേക്ക് പാഡ് വരും. ഫ്രണ്ട് ആണെങ്കിലും ബാക്ക് ആണെങ്കിലും സെയിം പ്രൈസ് ആണ്. പക്ഷേ ഈ 1000 രൂപീസിന് അത് ഓൾമോസ്റ്റ് ഈ ബ്രെംബോയുടെ ഒപ്പം പിടിച്ചിരിക്കുന്ന ഒരു ബ്രേക്കിംഗ് പവർ ഉണ്ട്. നിങ്ങൾക്ക് ഇൻ കേസ് ബഡ്ജറ്റ് പ്രശ്നമാണെങ്കിൽ ഫ്രണ്ടിൽ ബ്രെംബോ ഇടാൻ പറ്റുന്നില്ല, ബജാജിൻ്റെ പോകുന്നതിന് പകരം വെസ്റ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. സോ അത് നല്ലൊരു ഓപ്ഷനാണ്. ഏറ്റവും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഫ്രണ്ടിൽ ബ്രെംബോയും ബാക്കിൽ വെസ്റയും യൂസ് ചെയ്യാനാണ്. സോ അതിനെ പറ്റിയാണ് ഈ ഒരു ഷോർട്ട് വീഡിയോ. ബഡ്ജറ്റിന്റെ ഉദ്ദേശിച്ച് മാത്രം ഇത് കോംപ്രമൈസ് ചെയ്യില്ല. കാരണം ബ്രേക്ക് ആണല്ല ഒരു വണ്ടിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത് നമ്മൾ പിടിച്ചു നിർത്തുന്ന ബ്രേക്ക് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. സോ അതാണ് വീഡിയോ. അടുത്ത വീഡിയോ കാണാം. ബൈ.